ഹലോ, ഇന്ന് ജൂൺ 5. ഇന്ന് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ. നമുക്ക് നമ്മുടെ വരുന്ന ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മൾ ഇന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുദ്ധജലം, വായു അല്ലെങ്കിൽ മണ്ണ്, ഇതൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു നല്ലൊരു പോഷ് അല്ലെങ്കിൽ ലക്ഷറി ലൈഫൊക്കെ ലീഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ അതിൻ്റെ പരിണത ഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഞാൻ കുഞ്ഞിലേ മുതലേ എനിക്ക് പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് വളരെയധികം കൂടുതലാവും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പല ന്യൂസുകളും കേൾക്കുമ്പോൾ പേടിയാണ് ഇനി വരുന്ന ജനറേഷൻ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ കുറിച്ച്. നമ്മൾ എത്ര പൈസ കൊടുത്താലും അത് വാങ്ങാൻ പറ്റാത്ത ശുദ്ധജലവും ശുദ്ധവായുവും ഒന്നും കിട്ടാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന മണ്ണ്, അതുപോലെ വേസ്റ്റ് അടിഞ്ഞുകൂടുക, ഇതൊക്കെ അടുത്ത് വരുന്ന ജനറേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസാണ്. എനിക്ക് പറ്റുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, ഇവിടെ UAE-യിലാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളുടെ ഓഫീസിൽ ഇതുപോലെ ഒത്തിരി കോഫി കുടിക്കുന്നവരാണ്. അപ്പോൾ ഒത്തിരി കോഫി ബോട്ടിൽസ് ഇതുപോലെ വരും. അപ്പോൾ അത് കച്ചറയിൽ ഇടുന്നത് കണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന് ഇതുപോലെ എല്ലാം മാറ്റി, ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല, ഇതെല്ലാം ഇതുപോലെ ഒരേ ബോട്ടിൽസ് ഓഫീസിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത. ഇത് ഞാൻ പറയാനായിട്ടുള്ള കാരണം, മിക്കവരുടെ കിച്ചണിൽ ഭംഗിക്ക് വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ സെറ്റുകൾ മേടിച്ച് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാണാൻ ഭംഗിയാണ്, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവും, കളർ മങ്ങും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് പിന്നീട് നമ്മൾ എൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെയാണ്. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഇതൊക്കെ ലിക്കർ ബോട്ടിൽസ് ആണ്. അതുപോലെ ഒറ്റ ഫ്ലവർ വൈസും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. ഒക്കെ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വലിയ ഭംഗിയൊന്നുമില്ല എങ്കിലും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. ഇത് ഓരോ ഓഫീസിൽ നിന്ന് എനിക്ക് പഴയ ഒരു പോട്ട് കിട്ടിയതാണ് പ്ലാന്റ് ഇടാനായിട്ട്. അപ്പോൾ അതുമായി ചെറിയൊരു ഡെക്കറേഷനൊക്കെ വരുത്തി. ഇത് ഇവിടെ കിട്ടുന്ന തൈരിൻ്റെ ബോട്ടിലാണ്. അതിനും ചെറിയ ഡെക്കറേഷനൊക്കെ വെച്ചിട്ട് അതിൽ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ വെച്ചു. ഇതായാലും ഇവിടെ തൈരിന് കിട്ടുന്ന ബോട്ടിൽ. അപ്പോൾ ഇവിടെ ഞാൻ മുടിയൊക്കെ വേസ്റ്റ് ഇടാനായിട്ട് ബാത്റൂമിലോ അതുപോലെ തന്നെ ഇപ്പോൾ ബാത്റൂമിലൊക്കെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ, എങ്കിലും ഈ ഗ്ലാസ് ബോട്ടിൽസ് ഇങ്ങനെ എറിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ചില്ല് പ്രോസസ്സ് ചെയ്യുക അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പിന്നെ ഡിസ്പോസിബിൾ എന്ന് പറയുന്ന ഒരു പരിപാടിയോട് ഒട്ടും യോജിപ്പില്ല. മാക്സിമം ഡിസ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളം നഷ്ടമാവില്ലേ പാത്രങ്ങൾ കഴുകുമ്പോൾ? വെള്ളം മണ്ണിലേക്കല്ലേ പോകുന്നത്. അതുപോലെ തന്നെ വാഷിംഗ് ലിക്വിഡ്, ഈ വാഷിംഗ് ലിക്വിഡ് വളരെ റെയറേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇത് നാരങ്ങയുടെ തൊണ്ടും അതുപോലെ തന്നെ സോഡാപ്പൊടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട്, അതുപോലെ സോപ്പ് നട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ലിക്വിഡ് വെച്ചിട്ടാണ് ഞാൻ മാക്സിമം വാഷ് ചെയ്യുക. കാരണം എനിക്ക് അലർജി ഉണ്ട്. അപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസും ഈ പറഞ്ഞ മാതിരി പ്രകൃതിയിലേക്ക് ചെല്ലുമ്പോൾ അത് ദഹിക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്ത് കളയാനായിട്ട് അധികം വെള്ളവും നമുക്ക് വേണ്ട. ഇനി പഴയ തുണികളാണെങ്കിൽ ഇതുപോലെ ബാഗ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പൗച്ചസ്, അതുപോലെ ലഗേജ് ബാഗ്സ്, അങ്ങനെ നമുക്ക് പലതും യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ പഴയ സാരിയാണ്, നാട്ടിൽ നിന്ന് അമ്മയൊക്കെ കളയാനിരുന്ന സാരി അല്ലെങ്കിൽ ചെറുതായിട്ട് കീറിയ സാരിയൊക്കെ. അപ്പോൾ അത് തയ്ച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കും, അവരത് ഉപയോഗിക്കും. ഇതൊരു വലിയ വട്ടാണെന്ന് പറയാം. ഇത് കണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ തേയില ഇതൊക്കെ ഈ ഉണക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ ആൾക്കാർ എന്നെ കളിയാക്കും. എങ്കിലും കാരണം നമുക്ക് അവിടെ ഒരു നാട്ടിൽ പറമ്പുണ്ട്, കൃഷി ചെയ്യുന്ന പറമ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ഞാനിവിടെ വേസ്റ്റിലേക്ക് ഇടുമ്പോൾ എനിക്ക് എൻ്റെ ചങ്ക് നീറും. കാരണം അവിടെ പ്ലാന്റുകൾക്ക് പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിതൊക്കെ ഉണക്കി എടുത്ത് വെച്ചിട്ട് ലഗേജ്, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ലഗേജ് നോക്കൂലോ, അപ്പോൾ അതിൽ കുറച്ചൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ഞാനത് ഒരു കവറിലാക്കി കെട്ടിക്കൊണ്ടുപോയി നാട്ടിൽ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. കണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ട ബനാന പീൽ ഉണക്കിയിട്ടുണ്ട്. ഇതൊക്കെ അതുപോലെ ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടോ, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പൊ അതിലുള്ള പരിപാടികളാണ് ഇത് മുഴുവൻ. അപ്പൊ ഇത് ഉണക്കി പൊടിക്കുമ്പോൾ അധികം ഇത് വരില്ലല്ലോ, വേസ്റ്റ്, വെയിറ്റ് അധികം വരില്ലല്ലോ. കണ്ട, ഉള്ളിയുടെ പീല്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഒരു ബക്കറ്റ് ഞാൻ വെച്ചിരിക്കുന്നത് കിച്ചണിലാണ്. ഇങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യുക. എന്തിനാന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഇത് വെള്ളം സേവ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും ഇത് കണ്ടിട്ട് അവരും അത് കുറേയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലായാലും ഹസ്ബൻഡ് ആയാലും മറ്റുള്ളവർ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് ഇതിനൊക്കെ. ആൾക്കും പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്ഥലവും വെറുതെ വാങ്ങിച്ചിട്ട് കൃഷി ചെയ്യാതെ വിടാറില്ല. അതായത് നമ്മുടെ നാട്ടിൽ സ്ഥിരം ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, സ്ഥലം മേടിച്ച് അവിടെ വെട്ടി വെളുപ്പാക്കി അത് മറച്ചു കൊടുക്കും. ഇത്രയും വലിയൊരു എന്താ പറയുക, പൈസയോടുള്ള ആർത്തി കൊണ്ട് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കൃഷി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് മാക്സിമം നമ്മളത് ചെയ്യാതിരിക്കുക. അവിടെയുള്ള മരങ്ങൾ വെട്ടിക്കളഞ്ഞ്
കളഞ്ഞ് അത് വിറ്റ് കാശാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഡ്രസ്സ് മേടിക്കുന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഓരോ ഫംഗ്ഷനും നമ്മൾ ഡ്രസ്സ് മേടിച്ച് കൂട്ടും, എന്നിട്ട് അത് പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ അത് യൂസ് ചെയ്യാതെ അത് കത്തിച്ച് കളയുന്നവരുണ്ട്. അതുപോലെ ഒരിക്കലും ഞങ്ങൾ ഒരു സാധനവും മാക്സിമം കത്തിക്കാതിരിക്കാൻ, പ്ലാസ്റ്റിക് ആയാലും എന്തായാലും കത്തിക്കാതിരിക്കാനായിട്ട് നോക്കും. കാരണം അതും ഈ പറഞ്ഞ മാതിരി പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, നമ്മൾ എത്രയധികം പ്രകൃതി സ്നേഹിക്കുന്നുണ്ട്, നമുക്കെല്ലാം കനിഞ്ഞു തരുന്നുണ്ട്, അത് കുറച്ചെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണ്ടേ. വീണ്ടും കാണാം. ബൈ.